നോക്കിയാൽ കൊല്ലത്ത് ശക്തമായ കടലാക്രമണത്തിൽ 10ഓളം വീടുകൾ തകർന്ന സാഹചര്യമുണ്ട്. പൂർണ്ണമായുമാണ് തകർന്നത്. വെടിക്കുന്ന് മുതൽ മുണ്ടക്കൽ വരെയുള്ള 500 മീറ്റർ കടപ്പുറം ഏതാണ്ട് പൂർണ്ണമായും കടലെടുത്ത അവസ്ഥയിലാണ്. കടൽക്ഷോഭത്തെ തുടർന്ന് മുണ്ടക്കൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്നും രാജീവ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. രാജീവ്, എന്തൊക്കെയാണ് പ്രതിഷേധം, എന്തൊക്കെയാണ് അധികൃതർ വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, ഇപ്പോഴത്തെ കടലാക്രമണത്തിന്റെ അവസ്ഥ എന്ത്? അജിംഷ, ഇന്നിപ്പോൾ രാവിലെ 7:30 മണിക്കകത്താണ് 7:30 മണിയോടുകൂടിയാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഈ റോഡ് ഇപ്പോൾ ഉപരോധിച്ചിരിക്കുകയാണ്. ബസ് സർവീസ് ഉൾപ്പെടെയുള്ളവ തടഞ്ഞിട്ടുകൊണ്ട്, തീരദേശം വഴിയുള്ള ബസ് സർവീസ് ഉൾപ്പെടെയുള്ളവ തടഞ്ഞിട്ടുകൊണ്ട് റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പ്രതിഷേധത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. തങ്ങളുടെ വീട് ഈ 10 ലക്ഷം രൂപ നൽകി ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, 10 ലക്ഷം സ്റ്റോപ്പ് നൽകുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ വാങ്ങിയവരും അത് പോരാ എന്ന് പറയുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനൊരു പരിഹാരം കാണണം. ഇവർ പറയുന്നത് 3 സെന്റും ഒരു വീടും വച്ച് നൽകിയാൽ അങ്ങോട്ട് മാറാം. ഈ 10 ലക്ഷം രൂപ പുതിയ വീട് വാങ്ങുന്നതിന് പര്യാപ്തമല്ല എന്നൊക്കെ അധികൃതർ അറിയിച്ചിരുന്നു. പക്ഷെ ഇവർക്ക് ഇതുവരെ കൊടുക്കാത്തതുകൊണ്ട് കോർപ്പറേഷനെതിരെയും MLA MP മാർക്കെതിരെയും എല്ലാം തന്നെ ഇവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരാരും തന്നെ ഇവരുടെ കാര്യം തിരിഞ്ഞു നോക്കുന്നില്ല, ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. എന്നാലും ഇപ്പോൾ ഇവർ ഈ അധികാരികൾ ആരെങ്കിലും MLA ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ എത്തി പരിഹാരം കാണണം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി ഇവിടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരിപ്പോൾ റോഡ് ഉപരോധിക്കുന്നത്. ശരി, രാജീവാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 500ഓളം മീറ്റർ മുണ്ടക്കൽ ഭാഗത്ത് കടലെടുത്ത് 10ഓളം വീടുകളാണ് പൂർണ്ണമായും നശിച്ചത്. ഇവരടക്കമുള്ളവരാണ് ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. എന്നാൽ കടലാക്രമണം ഇന്നും രൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യം കൊല്ലം ജില്ലയുടെ തീരദേശ പ്രദേശങ്ങളിലുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്